നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു അടിപൊളി ചമ്മന്തി ആയിട്ടാണ്. അതായത് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട മുളക് ചമ്മന്തി. അപ്പോൾ നമ്മൾ വീണാസ് കറികളിൽ മുളക് ചമ്മന്തി ഇല്ല എന്നുള്ളത് റീസെൻ്റ് ആയിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ എല്ലാ റെസിപ്പിക്കും അതിൻ്റെതായ സമയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത്ര ലേറ്റായി, ഇനി ലേറ്റ് ആവാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞാൻ വെക്കേഷനിൽ നാട്ടിൽ പോയപ്പോൾ കുറേ വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് കണ്ടിട്ടില്ല, കാരണം നിങ്ങളും വെക്കേഷൻ നാട്ടിൽ പോയിരിക്കായിരുന്നല്ലോ. അപ്പോൾ അതിൽ നമ്മുടെ കപ്പയുടെ കൂടെ കഴിക്കുന്ന പച്ചമുളക് ചേർത്തിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രീലങ്കൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മിസ് ചെയ്ത വീഡിയോസൊക്കെ ഓരോന്ന് കാണുക. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മുളക് ചമ്മന്തി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മുളക് ചമ്മന്തി ഉണ്ടാക്കിയാലോ. നമ്മൾ എല്ലാ മലയാളികളും ഉണ്ടാക്കുന്നതാണ് അല്ലേ. ഇത് പുതുമയുള്ള കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്, ഞാൻ എൻ്റെ കറികളിൽ ഇതുവരെ ഇത് ഇട്ടിട്ടില്ലല്ലോ എന്ന്. ഞാൻ എന്തായാലും നീട്ടി വെക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ്. ഈ നമ്മൾ കേരള മുളക് ചമ്മന്തിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറിയുള്ളി. ഇപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തൊരു സവാള ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കൽ പോലും സവാള വെച്ചിട്ട് ഈ റെസിപ്പി ചെയ്തിട്ടില്ല. അപ്പോൾ നിവൃത്തിയില്ലെങ്കിൽ മാത്രം സവാള ചെയ്തോളൂ. പക്ഷേ ഉള്ളവർ ചെറിയുള്ളി എടുക്കുക. ഞാനൊരു 35ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ച് വരുമ്പോൾ ക്വാണ്ടിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എണ്ണം വേണം ചെറിയുള്ളിയുടെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ 150 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് കേട്ടോ. അതായത് ക്ലീനൊക്കെ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി വെയിറ്റ് നോക്കിയപ്പോൾ 150 ഗ്രാം ഉണ്ട്. ഇത് ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഓരോ ചെറിയുള്ളീനെ ഞാനൊന്ന് പകുതിയായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 18ഓളം മുളകാണ്, ഉണക്കമുളക്. നല്ല എരിവുള്ള മുളകാണ്. പക്ഷേ ഇത് സൈസ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് മുളകാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതിനേക്കാളും വലിയ ടൈപ്പാണ് മുളകാണെന്നുണ്ടെങ്കിൽ ഒരു 15 എണ്ണം അല്ലെങ്കിൽ 10-12 എടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ എപ്പോഴും ചെയ്യാറില്ല എന്താണെന്ന് വെച്ചാൽ കൂടുതലും മുളകൊന്ന് വറുത്ത് വെക്കും. അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കുറച്ചിട്ട് അരച്ച് നോക്കുക. എന്നിട്ട് എരിവ് നോക്കിയിട്ട് കുറവാൻ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യമേ തന്നെ ഒരുപാട് മുളകിട്ട് അരയ്ക്കണ്ട. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഇതിനാവശ്യമുള്ളത് പുളി, നമ്മുടെ സാമ്പാർ പുളി. ഇതിൽ കുരു മാറ്റി വെച്ചിരിക്കുന്ന സാമ്പാർ പുളിയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നാലും ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു പുളിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ്, അതുപോലെ തന്നെ വെളിച്ചെണ്ണ. ഇത്ര ഐറ്റംസ് മാത്രം മതി നമ്മുടെ മുളക് ചമ്മന്തി ഉണ്ടാക്കാൻ. അപ്പോൾ ചിലവർ ഇതിൽ നാളികേരം ചേർക്കാറുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിലൊന്നും മുളക് ചമ്മന്തി ചെയ്യുമ്പോൾ നാളികേരം ചേർക്കാറില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മാമ്മയൊക്കെ മുളക് ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഈ മുളക് അമ്മാമ്മ അടുപ്പിൽ ചുട്ടാണ് എടുക്കാറുള്ളത്. അതിനുശേഷം ചെറിയുള്ളി ചൂടാറില്ല. അതായത് ആ പച്ചയ്ക്ക് തന്നെ അരയ്ക്കാറുണ്ട്. പക്ഷേ അമ്മിക്കല്ലിലാണ് വെച്ച് അരയ്ക്കാറുള്ളത്. അതേസമയം എൻ്റെ അമ്മ ചെയ്യുമ്പോൾ ഈ ചെറിയുള്ളി വഴറ്റിയിട്ടാണ് ചെയ്യാറുള്ളത്. എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി ഇതും എല്ലാം വഴറ്റിയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ 2 തരത്തിലുണ്ടാക്കാം. പക്ഷേ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ ദുബായിലായതുകൊണ്ട് എല്ലാം വഴറ്റി ചെയ്യുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു കടായി എടുക്കാം. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വഴറ്റാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ കേട്ടോ. പിന്നെ ഈ വെളിച്ചെണ്ണ നമുക്ക് അരയ്ക്കുമ്പോൾ ഉപയോഗിക്കാം. വെളിച്ചെണ്ണയുടെ ഫ്ലേവർ വളരെ നല്ലതാണ്. അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ആദ്യം തന്നെ പച്ചമുളക് ഇടാം. എന്നിട്ട് ഇതങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ മൂപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് ആ ഫ്ലേവർ നന്നായിട്ട് വരിക. ഞാൻ പറഞ്ഞ പോലെ ഇത്രയും മുളക് ആദ്യം ഇടണമെന്ന് നിർബന്ധമില്ല. എന്നാലും ആദ്യം തന്നെ റോസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ അരച്ച് നോക്കുന്ന സമയത്ത് പിന്നെ എരിവ് കുറവാൻ തോന്നുന്നെങ്കിൽ പിന്നെ ആ സമയത്ത് വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്യാൻ നിൽക്കണം. അപ്പോൾ ആദ്യമേ തന്നെ ഇതങ്ങ് ഫ്രൈ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് 2 സൈഡിലും വീർത്ത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആവുന്ന വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം വഴറ്റി കൊടുക്കുക. എണ്ണയിൽ വഴറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ മുളക് കറക്റ്റായിട്ട് വരും. ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കരിഞ്ഞു പോകും. പിന്നെ കളർ കൂടാനും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ കാശ്മീരി മുളകും കൂടെ വറുത്താൽ മതി. അപ്പോൾ നല്ലോണം ക്വാണ്ടിറ്റി കൂടും. അതേസമയം നമുക്കങ്ങ് എരിവ് അത്ര വരില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് 2 സൈഡ് അങ്ങ് ചെറിയ ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ കറുപ്പിക്കാൻ നിൽക്കണ്ട. അപ്പോൾ പിന്നെ അങ്ങ് കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം അങ്ങ് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും കേട്ടോ. ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഇതേപോലെ തന്നെ വഴറ്റി കൊടുക്കാം. സാധാരണ രീതിയിൽ ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത് കല്ലുപ്പാണ്. കല്ലുപ്പ് ഇപ്പം എൻ്റെ അടുത്ത് ഇല്ല. അതുകൊണ്ട് ഞാൻ സാധാരണ പൊടിയുപ്പാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് പുളിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർക്കുമ്പോൾ ആ പുളിയുടെ അപ്പോൾ ഒരു പച്ച ടേസ്റ്റ് ഉള്ളത് മാറിക്കിട്ടും. അതിനുവേണ്ടി നമ്മൾ പുളിയും കൂടെ ചേർത്ത് അങ്ങ് വഴറ്റുന്നത്. അതുപോലെ തന്നെ കറിവേപ്പിലയും
ഒരു തണ്ട് കറിവേപ്പില ഇട്ടേക്കുന്നത്. അപ്പം അമ്മിയിൽ അരയ്ക്കുന്ന ചമ്മന്തിയുടെ ടേസ്റ്റ് എന്തായാലും നമ്മൾ തലകുത്തി മറിഞ്ഞാലും കിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. എന്നാലും ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഈ ചമ്മന്തി ഇപ്പോൾ കപ്പയുടെ കൂടെ മാത്രമല്ല, ചോറിൻ്റെ കൂടെ ആണെങ്കിലും ദോശ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ലതാണ്. എൻ്റെ അമ്മ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇപ്പോൾ വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ നോൺ വെജ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ വെജിറ്റേറിയൻ അധികം ഉണ്ടായിന്ന് വരില്ല. അപ്പം അമ്മ പെട്ടെന്ന് അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നൊരു ചമ്മന്തിയാണിത്. അപ്പോൾ ആ അന്നത്തെ രുചിയാണ് എൻ്റെ വായിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പം എല്ലാ സാധനത്തിലും മായമല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ പോയി തന്നെ ഉണ്ടാക്കുകയാണെങ്കിലും പണ്ടത്തെ രുചിയൊന്നും കിട്ടുന്നില്ല. ഈ ചെറിയുള്ളി മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട, എന്നാലും അത്യാവശ്യം വഴറ്റണം. അപ്പോഴാണ് റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് വരിക. ചെറുള്ളിയുടെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അതേസമയം നമ്മൾ ഇപ്പോൾ ഇതിൽ സവാള ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് വരില്ല. ഏകദേശം മതി. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി ചൂടാറിയതിന് ശേഷം ഇതങ്ങ് അരച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ചൂടാറാൻ അനുവദിക്കുക. അപ്പോൾ നമ്മുടെ മുളകിൻ്റെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ബൗളിലിട്ടതിന് ശേഷം നന്നായിട്ട് അങ്ങ് അരച്ചെടുത്ത് കൊണ്ടുവരാം. അതിന് ശേഷം മാത്രം നമുക്കിതിലോട്ട് ചെറിയുള്ളി വഴറ്റിയത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ എല്ലാ മുളകും ചേർക്കുന്നില്ല, 3-4 മുളക് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മുളകെല്ലാം കൂടി അങ്ങ് അരച്ച് കൊണ്ടുവരാം. മുളക് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ നമുക്കങ്ങോട്ട് ഉള്ളിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അരയ്ക്കുമ്പോൾ ആദ്യം തന്നെ മുളക് നന്നായി അരയും. അതല്ലെങ്കിൽ ചിലപ്പോൾ മുളക് അങ്ങോട്ട് ശരിക്കും അരയാണ്ടിരിക്കും. പിന്നെ ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മളിതിൽ വെള്ളം ഉപയോഗിക്കാനേ പാടില്ല. വെള്ളം ഒട്ടും ചേർക്കാണ്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കി എടുക്കേണ്ടത് കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയും അതുപോലെ തന്നെ പുളിയും കറിവേപ്പിലൊക്കെ എല്ലാം ഒരുമിച്ചുണ്ട്. ഇതിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അരച്ച് നോക്കുക. അതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കംപ്ലീറ്റ് എണ്ണയോട് കൂടി തന്നെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് അങ്ങ് അരച്ച് കൊണ്ടുവരാം. ഓക്കെ, അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ എരിവ് നോക്കിയപ്പോൾ കറക്റ്റ് എരിവാണ്. അപ്പോൾ 15 മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ മീഡിയം മുളക് 15 എണ്ണം എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ സമയത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മുളക് കുറവാൻ തോന്നുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് ഇട്ടോളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളകും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ മുളകിൻ്റെ ചമ്മന്തിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവില്ല. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു വീക്ക് മുഴുവനും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. അപ്പോൾ കുറേ അധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു 7 ദിവസമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ മുളക് ചമ്മന്തി ഒരുപാട് അങ്ങ് കഴിക്കില്ലല്ലോ. ഇതിപ്പോൾ എനിക്കൊക്കെ ഇത് 2 ദിവസത്തിനുണ്ടാവും. ഞാൻ കുറച്ചേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരു അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. പുളി കറക്റ്റാണ് കേട്ടോ. ഒരുപാട് പുളി എനിക്കിഷ്ടമല്ല. അതേസമയം ഇപ്പോൾ നിങ്ങൾക്ക് പുളി കുറവാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പുളി ഇട്ടോളൂ. പിന്നെ ഒരു അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് ഞാൻ. കാരണം വെളിച്ചെണ്ണയുടെ ആ ഫ്ലേവർ വേണം, അപ്പോഴാണ് കേടാവാതിരിക്കുള്ളൂ. ഇത് വറക്കുന്ന സമയത്ത് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ ആ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ കുറച്ചും കൂടെ നല്ല ഫ്ലേവർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഞാനിത് നമുക്ക് തിരിച്ച് കൊണ്ടുവരാം. ഇത്ര എളുപ്പത്തിൽ രുചികരമായ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ആവശ്യം കഴിഞ്ഞാൽ ഫ്രിഡ്ജിലങ്ങ് എടുത്ത് വയ്ക്കാറാണ് പതിവ്. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ അന്നന്നേക്ക് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കാറുമില്ല. അതുകൊണ്ട് എനിക്ക് പുറത്ത് എത്ര ദിവസം ഇരിക്കുന്ന അറിയില്ല. അപ്പോൾ സാധാരണ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബാച്ചിലേഴ്സിനൊക്കെ ഇതുമ്പോൾ വീക്കെൻഡിലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സംഭവം കുശാലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്താലോ? ഞാനിവിടെ നല്ല കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നല്ല ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ, നമ്മുടെ ചമ്മന്തി. ഇതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കുന്നവരും ആ ടേസ്റ്റ് കൂടി വരും. ഞാൻ പറഞ്ഞ പോലെ ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ കൂടുതൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ പോരാൻ തോന്നിയപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ഗ്ലേസിങ് വേണം. ഇത് നോക്കുമ്പോൾ ഒരു നല്ലൊരു ഗ്ലേസിങ് ഉണ്ടെങ്കിലാണ് ആ കറക്റ്റ് പരുവാന്ന് അർത്ഥം. ഒരു കപ്പ ഞാനിവിടെ മുളക് ചമ്മന്തിയിൽ മുക്കിയിട്ടുണ്ട്. നല്ല എരിവും പുളിയൊക്കെ ഉള്ള മുളക് ചമ്മന്തിയാണ്. ഇത് കഴിക്കട്ടെ. ഞാനിന്ന് എൻ്റെ വയറിന് പ്രശ്നമൊന്നും ഇല്ലാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ കഴിക്കാൻ പോവാണ്. ശബ്ദമൊന്നും പുറത്തു വരുന്നില്ല. മൈ ഗോഡ്, എത്ര കാലമായി കഴിച്ചിട്ടെന്നറിയാം എന്ന് വിചാരിക്കും. പക്ഷെ കപ്പ വാങ്ങിക്കാൻ ഞാൻ മറന്നു പോകും. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. എന്താ പറയുക, എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. വേഗം തന്നെ വേഗം കഴിച്ചോട്ടാ. അല്ലെങ്കിൽ എനിക്ക് നാളെ മിക്കവാറും വീഡിയോ ഇടാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എനിക്ക് എല്ലാം കറക്റ്റാണ്. എരിവും പുളിയും ഉപ്പും ഒക്കെ കറക്റ്റായിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഇന്നിപ്പോൾ രാത്രി ഡിന്നറിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് മാത്രം കഴിച്ചാൽ മതി. ഞാൻ വരുമ്പോഴേക്കും ബാക്കി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സ്വന്തം നാടിൻ്റെ മണമുള്ള കപ്പായൻ മുളക് ചമ്മന്തി. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള വിഭവമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ജാൻജുഷി അങ്ങനെ കാത്തിരുന്ന ഇത് കപ്പ് കൂട്ടി കഴിക്കും പ്ലീസ്. നല്ല മുളക്
സാലഡ് കൂട്ടിയിട്ട് മുളക് ചമ്മന്തി കഴിക്കണം. എന്റെ ദൈവമേ, എന്നെ കൊല്ല്. അതിന്റെ അവക്കാടോ കൂട്ടിട്ട് മുളക് ചമ്മന്തി കഴിക്കുന്നത്. വേറെ ഞാനിവിടെ കപ്പ പുഴുങ്ങി കഴിച്ചത് തമാശ. ആപ്പിളിന് ഭയങ്കര കോമ്പിനേഷൻ. ഈശ്വര. അപ്പൊ കപ്പ വേണ്ട, ഒരു പീസ് എനിക്ക് എത്ര നാളെ ആ വഴിക്ക് നടക്കൂല. കാർബോഹൈഡ്രേറ്റ്സ് ഒരു പീസ്. കഷ്ടമുണ്ട്. ഞാൻ എന്തിനാ ഉണ്ടാക്കിയത്? പിന്നെ താങ്കള് പറഞ്ഞിട്ടല്ലേ ഞാൻ കപ്പ ഉണ്ടാക്കാൻ പറഞ്ഞില്ല. ഞാൻ മുളക് ചമ്മന്തി ഉണ്ടാക്കുന്ന പറഞ്ഞ പിന്നെ ഒരാൾ കാണാനായിട്ട് കുറെ നാളായി. കപ്പ ഉണ്ടാക്കാൻ പറഞ്ഞില്ല. അതല്ലേ രസം, കോമ്പിനേഷൻ. കഴിച്ചോളൂ. ഞാൻ കഴിച്ചു, ഞാൻ കുറെ കഴിച്ചു. എനിക്ക് കപ്പ ഒരു 3-4 കഷ്ണം ബാക്കിയുള്ളൂ. അതായത് വയറൊരു സുഖമില്ലേ. നാരങ്ങയും മുളക് ചമ്മന്തി മിക്കവാറും ആൾക്കാർ നത്തോടെ നിന്റെ കൊള്ളില്ല. ആപ്പിളും മുളക് ചമ്മന്തിയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. മുളക് ചമ്മന്തി എല്ലാം കറക്റ്റ് അല്ലേ? ഇപ്പൊ അവരുണ്ടാക്കി നോക്കട്ടെ. അവരുണ്ടാക്കാത്ത ആൾക്കാരൊന്നും അല്ല. എന്നാലും നമ്മള് വിനാസ് കറികളിൽ ഇട്ടില്ല എന്ന് പരാതി പറയാൻ പാടില്ലല്ലോ അല്ലേ? അപ്പൊ താങ്ക് യു. ഇപ്പൊ കണ്ടിന്യൂ. ബൈ.